ഞാൻ സുസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ത്രിഫലയെ പറ്റി പറഞ്ഞിരുന്നു. ത്രിഫല പൗഡർ, ഇതായിരുന്നു ത്രിഫല പൗഡർ ഞാൻ കാണിച്ചിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഈ ത്രിഫലയുടെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. പിന്നെ ത്രിഫല യൗവനം നിലനിർത്താനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ത്രിഫല എന്ന് പറയുന്നത്. കാരണം നമ്മൾ വെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ടും നമ്മുടെ ദേഹത്ത് പുരട്ടുന്നത് കൊണ്ടും ഒരു നല്ലൊരു സൺസ്ക്രീനാണ്. നമ്മുടെ ദേഹത്തെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറ്റി കളഞ്ഞ് നല്ലൊരു ക്ലെൻസറാണ്. ഇതെല്ലാമാണ് ത്രിഫലയെക്കൊണ്ട് ഒത്തിരി ഗുണങ്ങൾ, നമ്മുടെ യൗവനം നിലനിർത്താനുള്ള ഒത്തിരി ഗുണങ്ങൾ ത്രിഫലയ്ക്കകത്തുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്താണെങ്കിൽ ഒരു പാക്കായിട്ട്, സ്ക്രബായിട്ടും, ക്ലെൻസറായിട്ടും എല്ലാം ഉപയോഗിക്കാം. ത്രിഫല ഉപയോഗിക്കാം. അതിൻ്റെ അകത്ത് നമ്മുടെ ഞാൻ മുൾട്ടാനിമിറ്റിയെ പറ്റി ഒരു ക്ലാസ് ഇതെടുത്തിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ മുൾട്ടാനിമിറ്റിയുടെ ഗുണങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു മുൾട്ടാനിമിറ്റി എന്ന് പറയുന്നത് നല്ല ഒരു ക്ലെൻസറും സ്ക്രബ്ബറും എല്ലാ പാക്കും എല്ലാമാണ് നമ്മുടെ മുഖത്തിന് ഒത്തിരി പ്രയോജനമുള്ളൊരു ആണ് മുൾട്ടാനിമിറ്റി എന്നുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ത്രിഫലയുടെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്നത് മുൾട്ടാനിമിറ്റി, ഹണിയ്, അലോവേറ ജെല്ല്, ഇതെല്ലാം നമുക്ക് ത്രിഫലയുടെ കൂട്ടത്തിൽ ചേർത്ത് നമുക്ക് ഓരോ പാക്ക്, സ്ക്രബും ക്ലെൻസറൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ലൊരു മുഖത്തിടാനായിട്ട് നല്ലൊരു പാക്കാണ് ഞാനിപ്പോൾ പറയാനായിട്ട് തുടങ്ങുന്നത്. നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആകാനും നല്ല കളർ വെക്കാനും എല്ലാത്തിലും ബെസ്റ്റാണ് ഈ പാക്ക്. നമ്മുടെ ത്രിഫല പൗഡറിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ലെമൺ പീൽ പൗഡർ നമുക്കറിയാമല്ലോ. നമ്മുടെ നാരങ്ങ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ലെമൺ പീൽ പൗഡർ. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇത് മാത്രം നാരങ്ങ തൊലിയൊക്കെ വെളിക്കളയുന്നു. അത് നമ്മൾ നല്ല വെയിലത്ത് വെച്ച് ഉണക്കി നല്ലതായിട്ട് പൊടിച്ചെടുത്താൽ മതി. അത് തന്നെയാണ് ലെമൺ പീൽ പൗഡർ എന്ന് പറയുന്നത്. അത് മുൾട്ടാനിമിറ്റിയും, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മുൾട്ടാനിമിറ്റിയും ഇച്ചിരി കുമ്പറിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കുഴച്ചെടുത്ത് നമ്മൾ മുഖത്ത് പുരട്ടാമെന്നുണ്ടെങ്കിൽ നല്ലൊരു പാക്കാണ്. നല്ലൊരു പാക്ക് തന്നെയല്ല, നല്ലൊരു ക്ലെൻസറും നല്ല സ്ക്രബും ഒക്കെയാണ്. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് കുഴച്ച് നല്ലൊരു പാക്കായിട്ട് നമ്മുടെ മുഖത്തിടാനായിട്ട് പറ്റും. അതുപോലെ ത്രിഫലയും ഹണിയും അലോവേറ ജെല്ലും കൂടെ വേണം നമുക്ക് പുരട്ടാം. അലോവേറ ജെല്ല് നമുക്കറിയാമല്ലോ. അലോവേറ ജെല്ലിനെ പറ്റി ഞാൻ വേറെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അലോവേറ ജെല്ലും ഹണിയും ത്രിഫലയും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തിടുന്നത് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലിൽ ഫംഗസൊക്കെ ഉണ്ടല്ലോ, ചിലർക്ക് നഖത്തിന് ഫംഗസ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ വെള്ളം നല്ലതായിട്ട് തിളപ്പിച്ച് ഒരുമാതിരി ഒന്ന് അരച്ചിട്ട് ഒരു ചെറിയ ചൂട് വേണം. അതിൻ്റെ അകത്ത് ത്രിഫല പൗഡറും ഹണിയും